கூப்பிட்டீங்களா சார்? நான் தான் முருகன். உங்களுக்கு என்ன வேணும்? എനിക്ക് കുഞ്ഞിക്കാരനെ കാണണം. நீங்க எழுந்திருங்க சார். வாங்க வாங்க வாங்க. என்ன காதல் சொன்னீங்க நீங்க? കുഞ്ഞിക്കാതർ. குஞ்சிக்காதல். ஆம்பளையா பொம்பளையா? ആണെന്നേ. இந்த மாதிரி பேர்ல ஆம்பளைங்களுக்கு போடுமா சார்? குஞ்சி. അഡ്രസ് ഉണ്ട്. பரவாயில்ல, நீங்களே படிச்சு சொல்லுங்க. PC കുഞ്ഞിക്കാതർ 144A നൽവാഴ്വ് തെരുവ് പഴനി 14. வாங்க சார், வாங்க வாங்க, உட்காருங்க சார். കണ്ടുപിടിക്കല്ലേ? நீங்க தைரியமா இருங்க சார். அடுத்த 10 நிமிஷத்துக்குள்ள இந்த குஞ்சிக்காத நம்ம கையில இருக்கு. உட்காருங்க. வைரமணி போலாமா கண்ணா? ஹே ஹே ஹே. இந்த அட்ரஸ் இது என்னையா? എനിക്ക് ഉപയോഗിച്ച് തന്നല്ലേ? ஆமாமா, அட்ரஸ் இதுதான் சார். குஞ்சிக்காதர் இங்க தான் இருக்கும். ഇത് സെത്ത തലകീഴ പടി. തിരിച്ചു വായിക്കേ. நீங்களே படிங்க. പഴനി 14. சரி. നൽവാഴ്വ് தெருவு. சரி. 144A. சரி. PC குஞ்சிக்காதர். அதுதான் நான் இல்ல. என் பேர் ராமசாமி. நான் எப்படி குஞ்சிக்காதர் ஆகிறது? ஒரு நிமிஷம் வெயிட் பண்ணுங்க, கேட்டு பாக்குறேன். സംശയിക്കാൻ ഒന്നുമില്ല, അഡ്രസ് ഇത് തന്നെയാ. பார்க்கல சார், பார்க்கல. கண்டுபிடிச்சாச்சு. அவர் சீலாவதி லாட்ஜில் இருக்கார். இது அவரோட ஓல்டு ஹவுஸ். நான் இங்க புதுசு. அப்படி சொல்லுங்க சார். சீலாவதி லாட்ஜ் வந்து இங்க ரொம்ப ஃபேமஸ் சார். நீங்க வண்டியில இருக்க, நான் காட்டுறேன். നന്ദി എടുത്തോ. சரி. பட்டுமா சார்? വൈരമണി, ശീലാവതി ലാഡ്ജടാ. കുഞ്ഞിക്കാതറോ? അതെ. അവനെ ഒന്ന് കണ്ടുകിട്ടാനാ ഞങ്ങൾ ഇരിക്കുന്നത്. കഴിഞ്ഞ 9 മാസം വാടക ബാക്കി വെച്ചിട്ടോ മുങ്ങിയത് കള്ളൻ. കള്ളൻ എന്ന് മാത്രം പറയരുത്. കുഞ്ഞിക്കാരനെ എനിക്കറിയാം. 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. കള്ളന്മാരൊക്കെ എന്താ 1ാം ക്ലാസ്സിൽ പഠിച്ചൂടെ? നീ അവന്റെ ആരടാ? എടാ പോടാന്നുള്ള വിളിയൊക്കെ അങ്ങ് തറവാട്ടിച്ചെന്ന് വിളിച്ചാൽ മതി. എന്റെ അടുത്ത് വേണ്ട. ഞാനും ഈ പഴനിയില് 5 കൊല്ലം ഞാനും ഇവിടെ കിടന്ന് വിലസീതാ. മലയാളികളാണല്ലോ, മര്യാദക്കാരാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ? അത്ര അത്യാവശ്യമാണെങ്കിലേ ആ ദുർഗ വർഷപ്പിച്ചെന്ന് അന്വേഷിക്കും. അതായിരുന്നല്ലോ അവന്റെ സ്ഥിരം സ്ഥലം. അവിടെ നിന്നാണോ ലെതർ കമ്പനിലെ സൂപ്പർവൈസർ ആയത്? ചെന്ന് അന്വേഷിക്കടോ. എടാ പോടാന്ന് വിളിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ ഫോൺ நீங்க வாங்க, நீங்க வாங்க சார், நீங்க வாங்க. துர்கா ஒர்க் ஷாப் தானே? நீங்க வண்டியில இருங்க, நான் கொண்டு விடுறேன். ഈ വർഷാപ്പ് എവിടെയാണോ? பக்கத்துல தான். இங்க இந்த ஸ்ட்ரைட் போய் லெஃப்ட் கட் பண்ணனா தண்டாயுதமணி கோயில். அங்க இருந்து ரைட் சைடுல 3வது கேட். அவ்வளவுதான். சார் சார், நீங்க வண்டியில இருக்க சார், நான் கொண்டு காமிக்கிறேன். വേണ്ട, ഞാൻ തന്നെ കാമിച്ചോളാം. நீங்களே காமிக்கிறீங்களா? என்ன வைரமணி இது? ഹലോ സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ? വരൂ. കുഞ്ഞിക്കാതറിന്റെ ആരാണെന്ന് പറഞ്ഞേ? വളരെ അടുത്ത സുഹൃത്താ. എന്റെ പേര് വേലായുധൻ കുട്ടി. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നാണല്ലേ? അയ്യോ, ഒന്നിച്ചെന്നല്ല, ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവരാ. ഒരു ചായക്ക് പറ. അയ്യോ, ചായ ഒന്നും വേണ്ട. നീ പോയിട്ട് വാ. കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു. ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ, വേണ്ടായിരുന്നു. സാരല്ലേ, ഒരു ചായല്ലേ? അതെ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. വലിയ ഉപകാരം. പഴനിയിലെ സ്ഥിരതാമസമാണോ? ഇപ്പോഴല്ല, പക്ഷെ സ്ഥിരതാമസമാക്കാനാ പരിപാടി. അതാ നല്ലത്. നല്ല ബിസിനസ് അല്ലേ, തഴച്ചു വളരൂ. ഞാൻ வேலாயுதன். நான் தான் இன்ஸ்பெக்டர் அழகப்பன். எனக்கு ஒரே ஒரு வேலாயுதனை மட்டும்தான் தெரியும். சாட்சாத் பழனி ஆண்டவன். அவருக்கு மேல இந்த பழனியில யாரா இன்னொரு வேலாயுதம்? ഒരു പക്ഷേ ഞാനായിരിക്കും സാർ. സാർ സാർ, എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ കള്ളല്ല സാർ. ഞാൻ പണി അന്വേഷിച്ചു വന്നത് സാർ. എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കും. സൂപ്പർവൈസറായ കുഞ്ഞിക്കാരൻ അന്വേഷിച്ചു വന്നാണ് സാർ. ഞാൻ കള്ളല്ല സാർ. ആരെങ്കിലും കുഞ്ഞിക്കാതർ. അനക്കെന്താ തലക്ക് സുഖല്ലേ? എടോ, പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കരിയല്ലോ. ഈ നാട്ടിനെ പറയിപ്പിക്കരുത്.
എന്റെ പൊന്നു കുഞ്ഞിക്കാതര, നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ. ആ, ഇവിടെ നിനക്ക് എന്താ ജോലി? ജോലി വരല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. എടാ പായ, എനിക്ക് പോക്കറ്റ് അടി അല്ലേ പണി, അതും പഴനിയിലെ ടോപ്പ് പോക്കറ്റ് അടി. ഇതൊരു ഗസ്റ്റ് ഹൗസ്, ചിന്ന വീട്. അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണെന്നാണല്ലോ. അതെ, സൂപ്പർവൈസർ തന്നെ. ഈ പേഴ്സ് ഒക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ? ലെതറുകൊണ്ടല്ലേ. അത് ഓരോരുത്തരുടെ പോക്കറ്റിൽ കിടക്കും, ഞാൻ അതൊക്കെ എടുത്തൊന്ന് സൂപ്പർവൈസ് ചെയ്യും. നാട്ടിൽ നിന്ന് കുറ്റിയും പൊരിച്ച് പോകുന്നതല്ല എന്നെ അന്വേഷിച്ച് അവസാനം പോലീസും പിടിച്ച്. ഏതായാലും തമ്മ കാണാനായല്ലോ. എന്റെ കുഞ്ഞിക്കാതറേ, സാറൊരു വീട് തരുമോ? എനിക്കല്ല, ഇവനക്കാ ചോദിക്കാൻ മടിയായിട്ടാ. അയ്യോ, വായ മൂടിട്ട് ഉക്കാറുകടാ. ഒക്കെ ഒരു ജാതി അലവലാദികളാ, നീ അത് കാര്യാക്കണ്ട. ഇടിക്കുവോ? ഉറപ്പിച്ചൂടാ, ചെലപ്പടിച്ചൂടാ ഇല്ല. നീ എന്താ ചിരിക്കണേ? അല്ല, നാട്ടിൽ നിന്ന് ഒരു മച്ചൻ പറഞ്ഞു കൊടുത്ത് ചിരിച്ചു പോയതാ. എന്തെന്ന്? നീ ലെതർ ഫാക്ടറി കിടന്നുകൂടിയത് സ്പോർട്സ് കോട്ടയിലായിരിക്കും പറഞ്ഞ് അച്ഛൻ എന്നോട് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞത് തെറ്റൊന്നല്ല. ഇന്റെ പണിക്ക് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ വേണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, എപ്പോൾ ഓടണം, എത്ര മീറ്റർ ഓടണം എന്ന് ആദ്യം പറയാൻ പറ്റൂല. ഇപ്പൊ രാവിലെ 6 മണിക്ക് തിരുപ്പൂരിൽ ഒരു പേഴ്സ് അടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം 2:30 മണിക്ക് മദ്രാസിൽ എത്തണം. ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ? വാടാ. പേടിക്കണ്ട, ധൈര്യമായിട്ട് പോ, ഞാനിവിടെ ഉണ്ട്. സീക്കിരം വാടാ. സാർ, സാർ, ஏய் என்னடா இங்க கலாட்டா? அந்த பாவத்தை தொந்தரவு பண்ணாத சார். அத பத்தி நீ ஒண்ணும் கவலைப்பட வேண்டாம். ஆமா, போன வாரம் நீ ஏன்டா கமிஷன் கொண்டு வரல? സാർ, ഇപ്പൊ പോക്കറ്റ് അടിച്ചാ കിട്ടുന്നത് എടുക്കാത്ത ലോട്ടറി ടിക്കറ്റാ. ഇതിൽ എന്ത് കമ്മീഷൻ തരാനാ? ഇപ്പൊ എന്നെ വിട്ടിടുങ്കോ, മധുര ടൂറിസ്റ്റ് ബസ് 4 എണ്ണം വരുന്ന ടൈമായി. സാർ എന്നെ വിട്ടാ എനക്കേതാവത് കിടക്കും. എനക്കേതാവത് കിടച്ചാ 50-50. ஒரு குடம் தானே புடியம்மா. നീ ധൈര്യമായിട്ട് പോ. നിന്നെ വിളിക്കുന്നത് പഴനിയാണ്ടവനാടാ. എന്നെ വിളിച്ച് ഇൻസ്പെക്ടർ അഴകപ്പന അടിക്കാനും ഇടിക്കാനും പിന്നെ പോക്കറ്റ് അടിക്കാരെന്ന് പറയാനും. പോക്കറ്റ് അടിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ ഹൃദയം പിന്നെ ആരാ പോക്കറ്റ് അടിച്ചേ? പിന്നെ നീ ഹൃദയം പോക്കറ്റിലിട്ടോണ്ടല്ലേ നടക്കുന്നത്. പോടി. யோ, உனக்கு என்ன பைத்தியமா? என் புருஷன் கூட என்ன இப்படி சொன்னதில்ல? போடியா. வந்துட்டானுங்க சாமி கும்பிட. மூஞ்சிய பாரு. அட வாக்கா நீ. வாடி போலாம். വിശന്നിട്ട് വയ്യല്ലോ ഭവാനി, കയ്യിലാണെങ്കിൽ ഒരു പൈസ ഇല്ല. ഏതായാലും പോക്കറ്റ് അടിക്കാരെന്നുള്ള പേര് കേട്ടു. എന്നാ പിന്നെ ശരിക്കും പോക്കറ്റ് അടിച്ചാലോ? പരിചയമുള്ള സ്ഥലമൊന്നുമല്ലോ, ആരറിയാനാ?
കൂട്ടുകെട്ടുകളാന്നാ തോന്നുന്നു. ആ പാവം വല്ല ബാങ്കിലേക്കും പോയിരുന്നിരിക്കും. മുരുക, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, നീ ചെയ്യിച്ചതാ. നിറയെ പണമായിരിക്കണേ. എന്നാ എനിക്ക് സുഖമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയി അന്തസ്സായിട്ടൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാം. சீக்கிரம் முட்டை அடிப்பா. சீக்கிரம். തന്റെ മോനോട് ഒരു കത്തി വാങ്ങിപ്പോയി ചെരക്കാൻ പറ. വെറ്റുവേൽ മുരുകനുക്ക്, വീരവേൽ മുരുകനുക്ക്, ശക്തിവേൽ മുരുകനുക്ക്, തെൻപഴി ആണ്ടവനുക്ക്, വെറ്റുവേൽ മുരുകനുക്ക്, വഴിപാടാ. ஆமா. വീരവേൽ മുരുകനുക്ക്. മുരുക, ദാദാ, അവര് ആള് എപ്പടി ഇരുപ്പാര്? அந்த ஆளு രൂപം അങ്ങനെ അത്ര പെട്ടെന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. നീ വണ്ടി വിട്, ഞാൻ നോക്കിക്കോളാം. பழனியில இந்த முருகன் கண்ணுக்கு தெரியாம எங்கேயும் போயிட முடியாது. தைரியமா இருங்க, கண்டுபிடிச்சிடலாம். അയ്യ മുടിക്കല്ലാക്ക, ഞാൻ മുടിച്ചോളി. വണ്ടി കിട്ടാൻ മതി. ஹோய், ஹோய். எப்படி உண்டு சார்? ரொம்ப நல்லா இருக்கு. நீங்க தான் சரியான பார்பர். ஹோய், ஹோய். ஓரா, ஓரா. മുറുകാ, വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്. ആള് പാത്താച്ചി നിർത്തി. ഇതെന്താണ്ടത്? പുതിയ അവതാരമാ. വേൽമുരുകൻ വേലായുധൻകുട്ടി. വേലായുധൻകുട്ടിയുടെ ബാർബറ അവതാരം. തരക്കേടില്ല, ഏതായാലും കൈത്തൊഴിലായല്ലോ. ஐயோ, நீங்க தானா? അതേടാ, അതെ. ഈ ദുഷ്ടൻ കാരണം ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത്. ആ ഇൻസ്പെക്ടറിന്റെ എല്ലാം പിടിച്ചു പറിച്ചു. എന്റെ 5000 രൂപയാണ് കൊണ്ടുപോയി. പൈസ അവരെടുത്തോ? நீங்க கஞ்சி காதரு குஞ்சி காதருன்னு சொன்னா எனக்கு என்ன புரியும்? இவரு வந்து இந்த ஊருக்கு தாதா அப்படின்னு சொன்னா பாருங்களேன், எனக்கு புரியும். വിടു മുറുക, അതെപ്പടി ഇവർക്ക് തെരിയും? നീ ഇവിടുത്തെ ആരാന്നാ പറഞ്ഞത്? ദാദ. ഈ പഴനിയിലൊരു ദാദ. അതൊന്നും നീ കാര്യാക്കണ്ട. അല്ല, നീ മുടി വെട്ടിയിട്ട് ആർക്കെങ്കിലും വല്ല പരുക്കും ഉണ്ടോ? ആദ്യത്തെ 5 തല ശരിക്കും മുറിഞ്ഞു. എന്താ ചോര? എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഇത്തിരി പൗഡർ വാരി പൊത്തി. അല്ല എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യ്, ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം വിടുക. പെറുക്കട മുറുക. மைனா, இது வேலாயுதம் குட்டி, என் நண்பன் ஊர்ல இருந்து வந்திருக்கு. വണക്കം. ഇത് മൈന, എന്റെ ഭാര്യ. നിന്റെ കല്യാണം കഴിഞ്ഞോ? ഇത് നാട്ടു ചെനുക്കാക്കനോടൊന്നും പറഞ്ഞുവിടണ്ട. ഞാൻ മുമ്പ് താമസിച്ചോടൊന്നും പൊക്കിയതാ. മുടിഞ്ഞ പ്രേമം തന്നെ. എന്താ മൈനെന്ന് പേരിട്ടത്? വേറൊന്നല്ല, ഇവിടെ ഇടയ്ക്കിടക്ക് പറക്കും. ആ മൈന, இந்த ബാഗ് എടുത്തുള്ളതേ. നിക്ക് 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 നിക്ക്. വേലായുധം കുട്ടി ബാഗ് അകത്ത്, വേലായുധം കുട്ടി പുറത്ത്. ഇവിടെ ആകെ ഒരൊറ്റ മുറിയേ ഉള്ളൂ. മൈന, അന്ത കട്ടിലെ തൂക്കി വലിയ പോടുമാ. വെളിയിലോ? അതെ. അപ്പൊ മഴ പെയ്താ ഞാൻ എന്ത് ചെയ്യും? കൊള്ളണോ? അയ്യോ, സാരല്ല, ഞാൻ എനിക്ക് പറ്റിയൊരു സ്ഥലം നോക്കുന്നുണ്ട്. അത് കിട്ടുന്നത് വരെ ഇവിടെ എവിടെങ്കിലൊക്കെ കൂട്. നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിയാണ്. 1.5 ലക്ഷം കൊതുണ്ട് ഇവിടെ. പേടിക്കണ്ട, അന്നെ അങ്ങനെ തൂക്കിയെടുത്തൊന്നും കൊണ്ടുപോയില്ല. അത്ര തന്നെ മൂട്ടിയതിന്റെ അടിയിൽ. പിന്നെ ആവശ്യത്തിലുള്ള കുറുക്കന്മാരും. ഭംഗി ഇല്ലാന്ന് പറഞ്ഞുകൂടാ.